ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് ഫസ്റ്റ് ടൈം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഇടേണ്ടി വരുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്ന് പറയുന്നത് ബേസിക്കലി ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഷോർട്സ് ആണ്. ഞങ്ങൾ ലോങ് വീഡിയോസ് ഒന്നും അധികം ഇട്ടിട്ടില്ല. കാര്യം ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലത്താണ്. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരു 4-5 ഷോർട്സ് ഒക്കെ എടുത്തിടാറായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോ ഒരു സംഭവം ഉണ്ടായി. ആൻഡ് അതെന്ന് പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ 1 month ആയിട്ട് അക്കൗണ്ട് വലിയ ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. ആ ടൈമിൽ ആരോ ഞങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. അതും നമുക്ക് അക്കൗണ്ടിൽ 95 വീഡിയോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും 32 വീഡിയോസ് മാത്രമേ ഉള്ളൂ. അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്താണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം 1K അടിച്ച വീഡിയോ മുതൽ പിന്നെ അങ്ങോട്ട് വ്യൂസ് കൂടി വന്നു. അതായത് ഞങ്ങൾക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വ്യൂസ് കുറഞ്ഞ വീഡിയോസ്, അതായത് സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ അക്കൗണ്ടിലുണ്ട്. K അടിച്ച വീഡിയോസ് മൊത്തം സെലക്ടഡ് ആയിട്ടാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ എഫേർട്ട് ഇട്ട സാധനം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലല്ലോ. അതെ, അതായത് ഓരോരുത്തർക്ക് ക്ലാസ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ടൈമിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഡിലീറ്റ് ചെയ്യത്തില്ല. ഇത് ഞങ്ങൾ അറിഞ്ഞൂല്ല ഞങ്ങളുടെ ആ ഫോണിൽ നിന്ന് ഇങ്ങനെ ഡിലീറ്റ് ആയത്. എത്ര ദിവസം മുമ്പാണ് ഈ കാര്യം നടന്നത് ഞങ്ങൾക്ക് അറിഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഭയങ്കര ഡേറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഇത് ആരാണ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അത് അറിഞ്ഞിടത്തോളം ഞങ്ങൾ ലീഗലി പോകാന്നുള്ള രീതിക്ക് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് അവര് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്തത് നമ്മള് കുറച്ച് മോശമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അവര് മേ ബി വിചാരിച്ചു കാണും നമ്മൾ നിർത്തി പോകുമായിരിക്കും എന്ന്. അവർക്ക് തെറ്റി, ഞങ്ങൾ നിർത്തി പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങള് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം കാര്യം ഇത്രയും എഫേർട്ട് ഇട്ട് 0-ൽ നിന്ന് ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിയില്ലേ, ആ ഒരു എഫേർട്ടാണ് അവർ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് വിട്ടത്. അപ്പം നമുക്ക് അതൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണേല് വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. കുറച്ചുകൂടെ എഫേർട്ട് ഇടേണ്ടി വരും. റെഡിയാണ്. അതെ, നിർത്തി പോകാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വീണ്ടും വീഡിയോസ് ഇടാൻ തന്നെയാണ്. അപ്പോ അതിന് നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ വേണം. അത് പറയാനായിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പൊ ഇതാണ് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അക്കൗണ്ടിൽ നടന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാതിരിക്കാം, വീഡിയോസ് ഇല്ല അതിൻ്റെ അകത്ത്. വീഡിയോസ് മാത്രമല്ല, ഞങ്ങളുടെ വ്യൂസും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 17K അങ്ങനെ എന്തുവാണ് ഇപ്പൊ ഉള്ള വ്യൂസ്. ഇതായിരുന്നില്ല ഞങ്ങളുടെ മുമ്പുള്ള വ്യൂസ്. അത് പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവരും നല്ല ഷോക്കായി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ഞങ്ങള് നല്ല പാനിക്കായി. പിന്നെ അവസാനം നമ്മള് കേസ് ഫയൽ ചെയ്യാൻ തന്നെ ഇതായപ്പോ അങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും കേസ് അതിന്റെ വഴിയിൽ അങ്ങ് പോകും. നമ്മളിപ്പോ എന്തായാലും വീഡിയോസ് കണ്ടിന്യൂ ചെയ്തിടാം എന്നുള്ള രീതിക്കാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ടും വേണം. താങ്ക് യു.